സർവകലാശാലകളിലെ വി.സി. നിയമനം വൈകുന്നതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. സംസ്ഥാനത്തെ 9 സർവകലാശാലകളിൽ സ്ഥിരം വി.സിമാരില്ല. ഇവിടങ്ങളിൽ വി.സിമാരെ നിയമിക്കാൻ സർവകലാശാല ചാൻസലർമാരായ ഗവർണർക്കും ചീഫ് ജസ്റ്റിസിനും നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. കേരള, കുസാറ്റ്, കണ്ണൂർ, KTU, മലയാളം, കാർഷികം, ഫിഷറീസ്, നിയമ സർവകലാശാലകളിൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായി വി.സിമാരില്ല. ഇതുമൂലം സർവകലാശാലകളുടെ പ്രവർത്തനം കുത്തഴിഞ്ഞുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹർജി. നിയമ സർവകലാശാലയിൽ വി.സിയെ നിയമിക്കാൻ ചാൻസലറായ ചീഫ് ജസ്റ്റിസിനും നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ധനതത്വശാസ്ത്ര അധ്യാപികയായിരുന്ന ഡോക്ടർ മേരി ജോർജാണ് ഹർജി ഫയൽ ചെയ്തത്. സാങ്കേതിക സർവകലാശാല നിയമപ്രകാരം 6 മാസത്തിൽ കൂടുതൽ താൽക്കാലിക വി.സിക്ക് ചുമതല നൽകാൻ പാടില്ല എന്ന് വ്യവസ്ഥയുള്ളപ്പോൾ KTUവിൽ ഒരു വർഷമായി താൽക്കാലിക വി.സി തുടരുകയാണ്. കേരളയിലും KTUവിലും വി.സിമാരെ നിയമിക്കാനുള്ള നടപടി ആരംഭിക്കാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും തുടർ നടപടികൾ വൈകുന്നു. വി.സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ സർവകലാശാലകൾ തയ്യാറാകാത്തതാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ വൈകുന്നതെന്നും ഹർജിയിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ UGC ചട്ടപ്രകാരം കമ്മിറ്റി രൂപീകരിച്ച് വി.സി നിയമനങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ചാൻസലർ കൂടിയായ ഗവർണർ, ചീഫ് ജസ്റ്റിസ്, സംസ്ഥാന സർക്കാർ, UGC, യൂണിവേഴ്സിറ്റികളുടെ രജിസ്ട്രാർമാർ തുടങ്ങിയവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.